നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമിട്ട് മുസ്ലിം ലീഗ്. സിറ്റിംഗ് MLA-മാരിൽ 5 പേരെയെങ്കിലും മാറ്റി നിർത്തിയുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ കേരളയാത്ര സമാപിച്ചതോടെ ലീഗിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ആരംഭിച്ചു. 5 മന്ത്രിമാരിൽ 4 പേരും വീണ്ടും മത്സരിക്കും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബിന്റെ കാര്യത്തിൽ മാത്രമാണ് പാർട്ടിയിൽ ഒറ്റക്കെട്ടായ അഭിപ്രായമില്ലാത്തത്. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്ത് മത്സരിച്ചേക്കും. MK മുനീർ കോഴിക്കോട് സൗത്തിലും ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിലും വീണ്ടും മത്സരിക്കാനാണ് അനൗപചാരിക ധാരണകൾ. മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണയിൽ തന്നെ ജനവിധി തേടിയേക്കും. സിറ്റിംഗ് MLA-മാരിൽ അബ്ദുസമദ് സമദാനി, KNA ഖാദർ, TA അഹമ്മദ് കബീർ എന്നിവരാണ് മാറി നിൽക്കുമെന്ന് കരുതപ്പെടുന്നവരുടെ ലിസ്റ്റിലെ പ്രമുഖർ. സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പാർലമെന്റ് രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹക്കാരനാണ്. അങ്ങനെയെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മാറുന്ന വേങ്ങരയിൽ പരിഗണിച്ചേക്കും. പൊതു സ്വീകാര്യത മാത്രമാകും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രധാന മാനദണ്ഡമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പാർട്ടി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥികളെ വെക്കുക. അത് സ്ഥാനാർത്ഥിയുടെ പരിചയസമ്പത്ത്, അതുപോലെ തന്നെ ജനപിന്തുണ, പിന്നെ പൊതു സ്വീകാര്യത, അത് പ്രധാനമാണ്. അതായിരിക്കും പാർട്ടി ഒരു മെയിൻ മാനദണ്ഡമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുക. നിയമസഭയിലേക്ക് യുവജന പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ ഇത്തവണ കൂടുതൽ പേർക്ക് നറുക്കു വീഴും. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലിയും ദേശീയ കൺവീനർ PK ഫിറോസുമാണ് സാധ്യതാ ലിസ്റ്റിൽ. KM ഷാജിയും N ഷംസുദ്ദീനും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ തന്നെ ജനവിധി തേടണമെന്നാണ് പാർട്ടിക്കകത്തെ പൊതുവികാരം. റിപ്പോർട്ടർ, മലപ്പുറം.